Hi, hello, namaste, namaskaram. This is Sanjita Peter. Okay, welcome back to my YouTube channel. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവത്തെ കുറിച്ചിട്ടാണ്. ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിരുന്നു. ഒത്തിരി പേര് ഇപ്പോഴും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, തുടർന്ന് വീഡിയോസ് ചെയ്യണം, ആൾക്കാർക്ക് അറിയത്തില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടൂൾ. അതെന്താണ്, അത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തുകൊണ്ടാണ് നിലവിൽ അത് റിക്വസ്റ്റ് കൊടുത്തവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ഏൺ ചെയ്യണം, അതായത് പൈസ ഉണ്ടാക്കാനായിട്ട് ഫേസ്ബുക്ക് തരുന്ന ഒരു വലിയ ടൂളാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടൂൾ. ഈ ഒരു ടൂള് ഫേസ്ബുക്കിൽ ആക്ടിവേറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, അതായത് നമ്മുടെ പേജ് ഉള്ളവർ പേജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നമ്മൾ എടുക്കുക. താഴത്തോട്ട് വരുമ്പോൾ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ടൂൾസിന്റെ അകത്താണ് മോണിറ്റൈസേഷൻ ഉള്ളതൊക്കെ കാണിക്കുന്നത് കേട്ടോ. മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്യുക അതില്. അപ്പോ എനിക്ക് നിലവിൽ 2 അക്കൗണ്ടാണ് ഉള്ളത്. ഒരു അക്കൗണ്ടിൽ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, ഒരു അക്കൗണ്ടിൽ ഇതിലെല്ലാത്തിനും വേണ്ടി ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ആദ്യം കാണിക്കുന്നത് എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ആകാത്ത എന്റെ പേജാണ്. എന്നാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നോട്ട് യെറ്റ് അവൈലബിൾ. ഞാൻ ഇതിന് എലിജിബിൾ ആയിട്ടില്ല ഇതുവരെ. ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് കുറെ കാലമായി. ഈ പേജ് ആക്ച്വലി ഡെഡ് ആണ്. ഞാൻ ഇതിനകത്ത് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ മറ്റേ അക്കൗണ്ടിലാണ് വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോ കണ്ടന്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്റ്റാർസ്, സബ്സ്ക്രിപ്ഷൻസ്, കണ്ടന്റ് മോണിറ്റൈസേഷൻ, സ്റ്റോർ ഫ്രണ്ട്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ മൂന്നാമത് വരുന്ന ഓപ്ഷനായ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയറിയാം, യു ആർ ഓൺ ദി വെയിറ്റ് ലിസ്റ്റ്. ഓക്കെ, നമുക്കിനി മോണിറ്റൈസേഷൻ ആയ എന്റെ പേജിലേക്ക് നോക്കാം. അപ്പോൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഇപ്പൊ നമുക്ക് ടൂൾസിലേക്ക് പോകണ്ട, ഓൾറെഡി ഇവിടെ അപ്രോക്സിമേറ്റ് ഏർണിങ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിൽ പോകുമ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൂള് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വീഡിയോസ്, ഫോട്ടോസ്, റീൽസ്, ടെക്സ്റ്റ്, സ്റ്റോറീസ്, എക്സ്ട്രാ ബോണസ്, ഇങ്ങനെ പല കാറ്റഗറിയിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ വീഡിയോസിൽ നിന്ന് നമുക്ക് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇത് കാണിക്കുന്നത്. കുറച്ചായിട്ട് വീഡിയോസ് ഭയങ്കര കുറവാണ് ഇടുന്നത്. പണ്ട് കിട്ടിയ വീഡിയോസിന്റെ ഇൻകം ആണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതെല്ലാം ഒന്ന് ആക്റ്റീവ് ആക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിലൂടെയാണ്. അപ്പോൾ വീഡിയോസിൽ നിന്ന് ഒരു $3 അടുത്ത് കിട്ടി. ദെൻ ഫോട്ടോസിൽ 1.51, റീൽസിൽ 00, ബാക്കിയൊക്കെ 00 ആണ്. പിന്നെ താഴത്തോട്ട് നോക്കിക്കാൻ അറിയാം, എക്സ്ട്രാ ബോണസ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം അല്ലെ. എന്താണ് ഈ എക്സ്ട്രാ ബോണസ് എന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അതിപ്പോ പറയുന്നില്ല. അപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോന്നിനും സെപ്പറേറ്റ് കാറ്റഗറിയിൽ ഫേസ്ബുക്ക് നമുക്ക് പൈസ തന്നുകൊണ്ടിരിക്കും. സ്റ്റോറി ഇട്ടവരെ അതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ശരിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം. ഇനി എന്തുകൊണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൂള് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് റിക്വസ്റ്റ് കൊടുത്തിട്ടും അത് ഫേസ്ബുക്ക് അക്സെപ്റ്റ് ചെയ്യാത്തത് എന്നുള്ള കുറച്ച് ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ വീണ്ടും ബാക്ക് ടു പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോവാണ്, നമ്മുടെ പേജിന്റെ തുടക്കത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫോട്ടോയുടെ മുകളിലുള്ള 3 ഡോട്ട്, ആ 3 ഡോട്ടിൽ നിങ്ങളുടെ പേജ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന അതിലേക്ക് പോവാം. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു ഐക്കണായിട്ട് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെക്കമെൻഡബിൾ എന്നാണോ കാണിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. റെക്കമെൻഡബിൾ എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിൽ കറന്റ്ലി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പേജ് സ്റ്റാറ്റസ് ഒന്നുകൂടി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ അഞ്ജിത നിഷാദിന്റെ അവിടെയായിട്ട് ഒരു ഗ്രീൻ കളർ ടിക്ക് കാണാനായിട്ട് പറ്റും. ഗുഡ് ന്യൂസ്, നോ വയലേഷൻ ഈസ് ഷോ. അവിടെ ഒരു വയലേഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഫേസ്ബുക്ക് നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൂള് തരത്തില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഫേസ്ബുക്കിന്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി, അതായത് ഫേസ്ബുക്ക് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കെതിരെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടേക്കുന്ന ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക്കിനോ എന്തെങ്കിലും കോപ്പിറൈറ്റ് വരികയോ, അത് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടന്റുകൾ, സെക്ഷലി ആയിട്ടുള്ള കണ്ടന്റുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, അടിപിടി, കത്തിക്കുത്ത്, അങ്ങനത്തെ വയലൻസ് ആയിട്ടുള്ള കണ്ടന്റുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ചീത്ത വിളിക്കുക, അങ്ങനെ വിളിച്ചുകൊണ്ടുള്ള കണ്ടന്റുകൾ ചെയ്യാൻ പാടില്ല, ഈവൻ മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തേക്കുന്ന പോസ്റ്റ് എടുത്ത് കോപ്പി ചെയ്തിടാൻ പാടില്ല. അങ്ങനത്തെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്.
ഈ ക്രൈറ്റീരിയ നിങ്ങൾ എന്ന് മീറ്റ് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ എന്ന് നിങ്ങളുടെ ആ ഒരു ഗ്രീൻ ടിക്ക് ഇവിടെ കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് റെക്കമെൻഡബിൾ എന്ന് കാണിക്കുന്നു, ആ ഒരു സ്റ്റേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലസ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വീഡിയോ ഇട്ടു, 2 വീഡിയോ ഇട്ടു, 3 വീഡിയോ ഇട്ടു, ഫേസ്ബുക്ക് പൈസ തരുന്നില്ല എന്നാൽ ഞാൻ വീഡിയോ ഇടൽ നിർത്തുക. കൺസിസ്റ്റൻസി ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കാരണം കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക, എല്ലാവർക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഗോള് എല്ലാവരും അച്ചീവ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ, ഇനി എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് ഇടാം. ഓക്കെ, ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.